ഇപ്പോൾ സീനിയർ ബോയ്സ് 100 മീറ്റർ മത്സരം തത്സമയം. മീറ്റർ ബോയ്സ് മത്സരമാണിപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വേഗരാജാവ് ആൺകുട്ടി ആരാണ് 100 മീറ്ററിൽ എന്ന് അറിയാൻ പോവുകയാണ്. കനത്ത തീമാർന്ന മത്സരമാണ്. മുന്നിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന്, ഫിനിഷ് ചെയ്ത ആരാണെന്ന് നമുക്ക് അറിയാം. അല്പസമയത്തിനകം അറിയാൻ കഴിയും. റിസൾട്ട് അറിയാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടത് 100 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ ഇനമായിരുന്നു. അവിടെയാണ് ആദിത്യാജി മലപ്പുറം ജില്ലയിൽ നിന്നും 12.11 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ മത്സരത്തിന്റെ റിസൾട്ട് എത്തിയിരിക്കുന്നു. 100 മീറ്റർ സീനിയർ ബോയ്സ് ഫൈനൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളതാണ്. അത് ഇടാൻ പറ്റാത്തതിൽ ഒരു 9 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം. അതെ ഇടാൻ പറ്റാൻ ഭയങ്കര സങ്കടമുണ്ട്. അതിലെല്ലാം സന്തോഷമാണ്. പിന്നെ ആംഗിൾ ബെസ്റ്റായിരുന്നു. ആംഗിൾ ഇഞ്ചുറി 1 മാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിവേദ് കൃഷ്ണ പാലക്കാട് 10.79 സെക്കൻഡ്, കുറഞ്ഞ സമയം തന്നെ എന്ന് തോന്നുന്നു. അതെ ആംഗിൾ ഇഞ്ചുറി പ്രശ്നം തന്നെയാണ്. 1 മാസത്തോളം റെസ്റ്റ് ആയിരുന്നു. വരുന്ന അവിടെ ഒരാഴ്ച വർക്കൗട്ട് കിട്ടിയിട്ടുള്ളൂ. 1 വീക്ക് വർക്കൗട്ട്. അതെ പിന്നെ ഫുൾ വർക്കൗട്ട് കിട്ടിയാൽ റെക്കോർഡൊക്കെ അതെ തീർച്ചയായും നടക്കും. എന്താണ് കോച്ച് പറയുന്നത്? ഭയങ്കര കോൺഫിഡൻസ് ആണ്. ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. കോൺഫിഡൻസ് ഉള്ള ഒരു ബോയ് ആണ്. യൂത്ത് നാഷണൽസ് ഒക്കെ വിൻ ചെയ്താണ്. ഒരു ഭാവിയുള്ള ഒരു കായികതാരമാണ്. ഇനി അടുത്ത നാഷണൽസ് പിടിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇനി ഒരു വേൾഡ് ജൂനിയർ വരുന്നുണ്ട്. അപ്പൊ അതിന് ഇന്ത്യനെ പ്രതികരിച്ച് പോകണമെന്നാണ് അടുത്തൊരു ലക്ഷ്യം. റെക്കോർഡ് കിട്ടാത്ത നിരാശയുണ്ട് കോച്ചിനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. HRDS എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ചിറ്റൂരിലെ സ്കൂളും അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ അതുപോലെ തന്നെ ദേശീയ താരമാണ്. മകന് 400 ചെയ്തിട്ടുണ്ട്. നാഷണൽ അത്ലറ്റ് ആണ്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എല്ലാം നേടിയിട്ടുണ്ട്. അച്ഛനാണ് ഇൻസ്പിറേഷൻ. അതെ അച്ഛൻ തന്നെ ഇൻസ്പിറേഷൻ. ജ്യോതി പ്രകാശ്. അച്ഛൻ മത്സരം കാണാൻ വന്നിട്ടുണ്ട്. അച്ഛനവിടെ മാറി നിൽക്കുകയാണ്. ഇത് അമ്മയാണ്. വളരെ സന്തോഷം. അപ്പോൾ 100 മീറ്റർ മത്സരത്തിൽ സീനിയർ ബോയ്സിന്റെയും ഗേൾസിന്റെയും മത്സരം പൂർത്തിയാകുമ്പോൾ ഗേൾസ് 100 മീറ്റർ ഇനത്തിൽ ആദിത്യ അജി മലപ്പുറം ജില്ലയിൽ നിന്നും 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. വേഗമേറിയ പെൺകുട്ടിയായി അങ്ങനെ ഈ വർഷത്തെ മത്സരത്തിൽ ഇടം പിടിക്കുന്നു. ഒപ്പം തന്നെ 100 മീറ്റർ സീനിയർ ബോയ്സിൽ നിവേദ് കൃഷ്ണ പാലക്കാട് ജില്ലയിൽ നിന്നാണ്.